ഹലോ ഗൈസ്, മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ സർവൈവൽ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു ചെറിയ എപ്പിസോഡ് ആയിരിക്കും ഗൈസ്. കാര്യം ഞാൻ അടുത്ത എപ്പിസോഡിൽ ഒരു വീട് പണിയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു പ്രിപ്പറേഷൻ എപ്പിസോഡ്, അതായത് റിസോഴ്സ് ഗ്യാതറിങ് എപ്പിസോഡ് ആയിരിക്കും ഇത്. ഗ്യാതറിങ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്പ്രൂസ് വുഡ് എടുക്കാനാണ്. അത് ബിൽഡിങ്ങിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ മൈനിങ് സെക്ഷനും പോകണം ഗൈസ്. സോ ഇന്നൊരു എക്സ്പ്ലോറിങ് എപ്പിസോഡ് ആയിരിക്കും മിക്കവാറും. അതിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. പിന്നെ ഞാൻ പണിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പെട്ടിയൊന്നും തുറന്നു പോയി കഴിഞ്ഞാൽ അതിനകത്ത് ചവറ് മാത്രമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയിട്ട് കുറച്ച് സ്പ്രൂസ് വുഡാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് എടുക്കാൻ വേണ്ടി. അതും പിന്നെ ചെറിയ മൈനിങ് സെക്ഷനും പോകണം ഗൈസ്. കുറച്ച് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ സ്റ്റോൺ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് വീട് പണിയാൻ നേരം. സോ എന്തായാലും നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ്. എന്തായാലും നമുക്ക് അതിലോട്ട് കിടക്കാം ഗൈസ്. എന്തായാലും പ്രിപ്പറേഷനായിട്ട് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കി വെക്കാം. ഇടയ്ക്ക് കടൽ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി നീന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം കുറേ പോകും. അതുകൊണ്ട് ബോട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഫുഡ് ഒപ്പിക്കാൻ വേണ്ടി കുറച്ച് പിഗിനെ തല്ലിയൊക്കെ അവിടെ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. 4 ബ്രെഡ് വെച്ച് എന്തായാലും നടക്കത്തില്ല, അതുകൊണ്ടൊന്നും. ഓക്കെ, എന്തായാലും ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇത്രയും മതിയായിരിക്കും. പിന്നെ ഈ ഫുഡും ഇത് ഫുള്ള് സ്മെൽറ്റായി. ഓക്കെ, പിന്നെ ഷവലും കൂടെ ഉണ്ടായി. ചിലപ്പോൾ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ഷവല് റെഡി ആയിട്ടുണ്ട്. ഇതും കയ്യിരിക്കട്ടെ. സോ എന്തായാലും നമുക്ക് പോവാം ഗൈസ്. ഏതെങ്കിലും ഡയറക്ഷൻ പിക്ക് ചെയ്തങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കാം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ നമ്മുടെ പഴയ വില്ലേജിലോട്ട് വന്നപ്പോൾ താണ്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നത്. എൻ്റെ വല്ലതും ഉണ്ടോ? ഓ, നമ്മൾ അന്വേഷിച്ച് വന്ന സാധനന്മാരുടെ കയ്യിലുണ്ട്. പക്ഷേ എമറാൾഡ് ഇല്ല കൊടുക്കാൻ. ഇത് വിറ്റാലും മതി. എന്തായാലും വേണ്ട. നമുക്ക് എന്തായാലും എക്സ്പ്ലോറിങ് തന്നെ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. എന്തായാലും ഇത് നമുക്ക് എടുത്തേക്കാം. ഒരു ലീഡ് നമുക്ക് എടുത്തേക്കാം ഗൈസ്. ഓക്കെ, ഇനി ബാക്കി എക്സ്പ്ലോറിങ് ഗൈസ്. ഞാൻ നടന്ന് ഏതൊരു റിവർ പോലത്തെ ഏരിയയിലെത്തി. ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ ഇരിക്കുന്നു. ഇതങ്ങ് എടുത്തേക്കാം. ഷുഗർ കെയിൻ ആവശ്യം വരുന്നതാണ് ഗൈസ്. ഉള്ളതും പൊട്ടിച്ചെടുത്ത്. ഇവിടെ ഒരു ബീച്ചുണ്ട്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടി. ഓ, ഇതായിരിക്കുന്നു. അത് അന്വേഷിക്കാൻ പോകുന്നത് സ്പ്രൂസ് വുഡ്. കുറെ നടന്ന് കഴിച്ചു. ഒരു 800 ബ്ലോക്കോളം നടന്നിട്ടുണ്ട് ഏകദേശം. അന്നേരമാണ് ഇത് കിട്ടിയത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കഴിച്ചു. ഇത് അന്വേഷിച്ചായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് കഴിച്ചു. നിൽക്കുന്ന നിപ്പ് കണ്ട. നൈറ്റ് ആവുന്ന നമുക്കൊന്ന് ഉറങ്ങിയേക്കാം. ഓക്കെ, ഇതിൻ്റെ കുറച്ച് സാപ്ലിങ് നമുക്ക് എടുക്കാം. അല്ലാതെ വേറെ ഒന്നും വേണ്ട. 4 സാപ്ലിങ് വേണം ഒരു മരം കിട്ടാൻ. ഒരെണ്ണം കിട്ടി. ഇനി 3 എണ്ണം കൂടെ. ഓ, 2 എണ്ണം കിട്ടി. ഓ, 3 എണ്ണം കിട്ടി. ഇനി ഒരെണ്ണം കൂടെ മതിയായിരുന്നു. ഒരെണ്ണം കൂടെ പെട്ടെന്ന് ഔട്ട്. കിട്ടി. ഒരു സേഫ്റ്റിക്ക് ഒരു 4 കൂടെ കൊണ്ടുപോകും ഗൈസ്. എന്തായാലും വന്നില്ലേ. 5 എണ്ണമായി, 6 എണ്ണമായി. പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ. 7 എണ്ണമായി. അങ്ങനെ 8ാമത്തെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും മതി. ഇനി നമുക്ക് പോകാം. ഇനി ഇവിടുന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കാം. ഇവിടെ കുറച്ച് മഷ്റൂം വയ്ക്കുന്ന ഗൈസ്. ഇത് നമുക്ക് എടുത്തേക്കാം. ഇത് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അഞ്ചെണ്ണം അതും കിട്ടി. വേറെന്താ? ഇവിടെ കുറച്ചുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോവാം. ഇനിയിപ്പോൾ ഈ ബേസിലോട്ട് അങ്ങ് പോവാം ഗൈസ്.
ഗൈസ് ഞാൻ വീട്ടിലോട്ട് തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഞാൻ അവിടെ ഒരു നിങ്ങളത് കണ്ടോ എന്തോ കുറ്റി പോലെ ഇരിക്കുന്നൊരു സാധനം, എന്തോ സാധനം എന്ന് അറിഞ്ഞൂടാ. അടുത്ത് പോയി നോക്കാം എന്തായാലും. റൂയിൻഡ് ബോട്ടിലാണോ അത്? ഓ റൂയിൻഡ് ബോട്ടിലാണ് ഗൈസ്. ഓക്കെ ഓക്കെ. ഇതിനകത്തൊരു ചെസ്റ്റ് കാണുന്നുണ്ട്. ആ ഉണ്ട് 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 ഉണ്ട്. ചെസ്റ്റിൽ വല്ലതും ഉണ്ടോ നോക്കാം ഗൈസ്. ഓ ഹോൾഡിലൊക്കെ ഇരിക്കുന്നു. ഇതിന്റെ എൻജോയ്മെന്റ് ഗൈസ് 29 കേട്ടോ. ഇതെല്ലാം ഞാൻ എടുക്കുന്നു. ചെസ്റ്റോട്ട് എടുക്കാം ഗൈസ്. ഓക്കെ. ഒരു ഗോൾഡ് ബ്ലോക്ക് കാണത്തില്ലേ? സ്പോൺ ആയില്ലേ? സ്പോൺ ആയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇതെടുത്തേക്കാം നമുക്ക്. മാഗ്മ ക്യൂബ്. അടിയിൽ ലാവയുണ്ട്. ഓക്കെ അവിടെ അത്ര ഉള്ളു. എന്തായാലും നമുക്ക് ബാക്കി ബേസിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ആ റൂയിൻഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങി ഇങ്ങോട്ട് വന്ന് നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ബെഡ് വെച്ചൊന്ന് കിടന്നുറങ്ങി എണ്ണിച്ചപ്പോൾ കാണാനുണ്ടോ, നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. എന്തായാലും പുതിയ വില്ലേജ് ആണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തെങ്കിലും ആവശ്യമുള്ളത് കിട്ടുമെന്ന്. അങ്ങോട്ട് എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഒരു ലൈബ്രറിയും പോകുന്നു ഗൈസ്. ഇവിടെ ലെക്ടേൺ ഉണ്ടോ? ലെക്ടേൺ ഇതിൽ ബുക്ക് ഷെൽഫ് ലെക്ടേൺ ഇരിക്കും. ഇത് മൊത്തം എടുത്തേക്കാം ഗൈസ്. ഇതൊക്കെ നല്ല അത്യാവശ്യം വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ ഫൈനലി ഞാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ബെഡൊക്കെ വെച്ചത്. എന്തായാലും അവിടെ പോയിട്ട് ഇതിൽ നമുക്ക് ചെസ്റ്റിലോട്ട് തട്ടാം. അയ്യോ OBS ചതിച്ചോ എന്ന് ചെറിയ സംശയമുണ്ട് ഗൈസ്. ഞാൻ വില്ലേജിൽ കയറിയപ്പോൾ തൊട്ടുള്ളതിന് ഓഡിയോ ഇല്ല. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും എന്തൊക്കെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതുകൊണ്ട് ഇത്രയും സാധനം കിട്ടി. ഇവിടം തൊട്ട് ഇത്രയും സാധനം നമ്മൾ ആ വില്ലേജിൽ നിന്ന് എടുത്തു. വില്ലേജിൽ നിന്ന് ഈ എക്സ്പ്ലോറേഷന് മൊത്തം പോയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ് ഇത്രയും. ഇതിൽ ഈ 2 ബണ്ടിലുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെട്ടു. ഇതൊന്നും എൻ്റെ ഇൻവെന്ററി കൊള്ളുന്നുണ്ടായിരുന്നു. ഈ ബണ്ടിൽ വെച്ചാണ് ഞാൻ ഇത്രയും സാധനം എൻ്റെ കയ്യിൽ കയറ്റിയത്. എന്തെങ്കിലും സമയങ്ങളുണ്ടോ നമുക്കൊരു ചെറിയ മൈനിങ് സെക്ഷന് പോവാം. കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ പോവാം. കുറച്ച് ടോർച്ചും വേണ്ടി വരും. ഓക്കെ 2 പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ടോർച്ച് ഉണ്ടാകാൻ കഴിയും. ഓക്കെ 26 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഏതെങ്കിലും ഒരു കേവ് കണ്ടുപിടിച്ചിട്ട് അതിനകത്തോട്ട് പയ്യെ ഇറങ്ങാം. ഇവിടെ വലിയ കുഴപ്പമില്ലല്ലേ? ഇതുവഴി ഇറങ്ങാൻ കഴിയും. അയ്യോ കുറച്ച് ടോർച്ച് കിട്ട കുറച്ച് കോളുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇത് അത്യാവശ്യം വലിയ സ്ഥലമായിരുന്നു. അയ്യോ അത് ഇങ്ങോട്ട് വന്ന് നോക്കിയിരിക്കുന്ന പോടാ 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 ഇറങ്ങിയപ്പോടാ. ഒരു ഷീൽഡും കൂടെ ഉണ്ടാക്കിക്കൊണ്ടുവരാം ഗൈസ്. എൻ്റെ ശരിയാകത്തില്ല. ഓക്കെ ഒരു ഷീൽഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കൈ പിടിച്ചേക്കാം. ഓക്കെ ഇത് മതി. ഇനി നമുക്ക് പയ്യെ താഴോട്ട് വീണ്ടും ഇറങ്ങാം ഗൈസ്. ഈ കോൾ എടുക്കാം നമുക്ക്. ഓ താഴോട്ട് കുഴിയല്ലേ? ഇത് കൈ തന്നെ കിട്ടുമോ? കിട്ടി ഭാഗ്യം. അപ്പോൾ അത് പോയി ഇനി നോക്കണ്ട. അതും പോയി. ഇങ്ങനെ പോയ ശരിയാകത്തില്ലല്ലോ. താഴോട്ട് പോയ മരണം ഉറപ്പാണ് ഗൈസ്. നമുക്ക് മേളിൽ നിന്ന് എവിടെയെങ്കിലും കുഴിച്ചിറങ്ങാം ഗൈസ്. അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഡയറക്റ്റ് താഴോട്ട് അടിക്കഴിഞ്ഞാൽ ചാവും. ഇവിടെയും കുറച്ച് കോളിരിക്കുന്നത്. ഇത് കൊടുക്കുക. നമുക്ക് ഇവിടുന്ന് താഴോട്ട് കുഴിച്ചു പോവാം.
കുഴി ഉണ്ടാക്കിയപ്പോൾ അതായിരിക്കും നല്ലത് കുറച്ചുകൂടെ. ഓക്കെ പയ്യെ നമുക്ക് ഇങ്ങനെ സ്റ്റെയർ കേസ് ഉണ്ടാക്കി കുഴിച്ച് കുഴിച്ച് താഴോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഞാൻ കുറച്ച് കുഴിച്ച് വന്നതേ ഉള്ളൂ. ഇവിടെ ഒരു കേവ് കാണുന്നു, ഇറങ്ങണോ? പയ്യെ ഒന്ന് ഇറങ്ങിയാലോ? അവിടെ ഒരു സ്കെൽറ്റൻ നിപ്പുണ്ട്. കൂടെ താഴെ പോകും. ചത്തു ചത്തു. ഉറപ്പാ താഴോട്ട് ഇറങ്ങിയ പയ്യെ ഇറങ്ങിയാണ്ട് പയ്യെ ഇറങ്ങാൻ കഴിയുന്നത് താഴോട്ട്. എന്തായാലും ചാവും. ഓ ക്രീപ്പർ. താഴോട്ടെടുത്ത് ചാടിയാല് വേണ്ട. എടാ ഞാൻ ഷീൽഡ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നിങ്ങനെ ഞാൻ ചത്തേ. ഈ ഗെയിമിന്റെ ഒരു കാര്യം. ഞാൻ ഷീൽഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചത്ത്. എന്തായാലും ഈ വേൾഡിന്റെ ഫസ്റ്റ് ഡെത്താണ്. തിരിച്ചുപോയി ഐറ്റംസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എവിടെയായിരുന്നു ഞാൻ കുഴിച്ചത്? ഇവിടെ താഴോട്ട് പോട്ട്. അധികം ഒന്നും കുഴിച്ചില്ല, എവിടെ നമ്മൾ കുഴിച്ചോളൂ. അതിന് മുമ്പ് ഒരു കേവ് ഉണ്ട്. അതിനെ കൊല്ലല്ല. ഓ പെട്ടെന്ന് ആർമറൊക്കെ എടുത്തിട്ടൊന്ന് ശരിയാവാം ഗൈസ്. സ്കെൽറ്റന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. ആർക്കട എന്നെ കൊല്ലണ്ടേ? പോവാം. ഇതൊക്കെ കുറച്ചധികം അയണൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ഇതൊക്കെ എടുക്കണം. പക്ഷെ അത്രയ്ക്ക് മോസിന്റെ ശല്യമുണ്ട്. അയ്യോ ഇവിടെ എല്ലാരും ടീംസ് ആയിട്ടിരിക്കുന്നു. വാട്ടർ റോക്കറ്റ് ഇവിടെ എല്ലാരും ഉണ്ടല്ലേ. ആ എന്നെ കൊല്ലല്ലേ, നീ ചാവണം. ഓക്കെ അവനെ തീർത്ത്. ഈ ലൈറ്റ് ചെയ്ത് പോവാം ഗൈസ്. അവിടെ ഒരു ക്രീപ്പർ അല്ലേ. ഞാൻ ഷീൽഡ് പിടിച്ചിട്ടുണ്ട്, എന്നെ കൊല്ലുന്നത്. അത്രേ ഉള്ളൂ. നേരത്തെ ഇതുപോലെ ഷീൽഡ് പിടിച്ചത് എന്നിട്ട് ഞാൻ എത്തും. സ്കെൽറ്റൻ ചത്ത്. വീണ്ടും തന്നെ ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട് മേളിൽ നിന്നും കണ്ട. ഈ അയണൊന്നും എടുക്കാൻ പറ്റിയ ഫുഡ് അവിടെ. പയ്യെ അയണടിച്ച് മാറ്റാൻ കേസ്. എന്തേലും ബോ കിട്ടിയ കേസ്. അത് കൊള്ളാം. ഇവിടെ ഞാൻ ഇവിടെ ആരെയോ കണ്ടു. ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്.
രണ്ടെണ്ണൊക്കെ ഒരുമിച്ച് പൊട്ടും. അയ്യോ, ഇത് അത്യാവശ്യം വലിയൊരു ഗെയിമാണ്, അതുപോലെ നല്ല ഡേഞ്ചറസുമാണ്. ഈ കോള് ഞാൻ എടുക്കുന്ന ആരും എന്നെ കൊല്ലരുത്. ഓ, പിറ്റേക്സും പൊട്ടി. സോംബി കോളും പിടിച്ചോണ്ട് വരുന്നു ഗൈസ്. 2 പീസ് കോൾ തന്നെ, താങ്ക് യു. ഓ, ഒരു പീസ് അയൺ എടുക്കാൻ വരുമ്പോഴാ അവൻ്റെ ഒരു മിനിറ്റിൽ അങ്ങോട്ട് ഇട്ടല്ലോ. ചത്ത്. ഓ, അവനെ അമ്പ് ചെയ്ത് വീഴ്ത്തി വെച്ച് എന്തൊരു അയണും കൂടെ അടിച്ചു വെച്ചിട്ട് ഞാൻ പോടുന്ന് പോവുകയാണ് ഗൈസ്. തൽക്കാലത്തേക്ക് എൻ്റെ സോഡൊക്കെ പൊട്ടാറായി. ഇതും കൊണ്ട് ഇവിടെ നിന്ന് ഉള്ളതും കൂടെ പോകും. എന്തായാലും കിട്ടിയതും കൊണ്ട് അങ്ങ് പോകും ഗൈസ്. ഇനി അതല്ല ചോദ്യം, ഞാൻ ഇതുവഴി വന്നത്. ആ, ഇതുവഴി എന്തോ അല്ലേ? അല്ല, അയ്യോ. ആ, സോഡ് പൊട്ടിയിട്ടുണ്ട്, അടിപൊളി. ഇനി ഇവിടെ എന്നാ പണി കിട്ടും, നമുക്ക് പോകാം ഗൈസ്. മേളിൽ കൂടെ, മേളിൽ കൂടെ. എതിരെടാ വഴിയൊക്കെ, ഒന്നിന്റെ മേളിലാന്ന് തോന്നല്ലേ? ആ, ഇത് തന്നെ. സോഡ് പൊട്ടി സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലതല്ല, വല്ല ക്രീപ്പറും വന്ന് എന്നെ പറപ്പിക്കും. നമുക്ക് മുകളിലോട്ട് പോകാം ഗൈസ്. എന്തോ എന്തിലും ഇതിലെ കുഴിച്ചു വന്നു. ഓക്കെ ഓക്കെ, കറക്റ്റ് അതിന്റെ ചവിട്ടി തന്നെ വന്നിരുന്നു. വെളിയിൽ നൈറ്റാണ്, അടിപൊളി. ഈ വെളിയിൽ നിന്ന് ഞാൻ തല്ലുകൊള്ളുള്ളൂ ഗൈസ്. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഒരു ബെഡ് ഉള്ള അതിന്റെ അടുത്ത് തന്നെ എല്ലാരും ഉണ്ട് ഗൈസ്. കയ്യില് ബെഡ് ഉണ്ടല്ലേ? എന്റെ ബെഡിന്റെ അടുത്ത് ടീംസ് എല്ലാം ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ കാണും ബെഡ് വെച്ചിട്ട് ഇവിടെ ഉറങ്ങാം. കയ്യില് ബെഡ് ഉണ്ട്. ഞാൻ ഉറങ്ങി എണ്ണിച്ചോട്ട് ആരും എന്നെ കൊല്ലരുത്. ഓടിക്കോ. ഓ, ഒരുത്ത ഫുൾ സെറ്റ് ആർമർ ഇട്ടുകൊണ്ട് വരുന്നു ഗൈസ്. ഇവനി ചാവത്തുമില്ലല്ലോ, സോഡും ഇല്ല, മാക്സ് ഉണ്ട്. ചാവ്. അയ്യോ, അതും പൊട്ടി. അയ്യോ, കൊല്ലല്ലേ 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 കൊല്ലല്ലേ. ഞാൻ ദാ വരുന്നേ, ദാ വരുന്നേ, ദാ വരുന്നു. ഒരു മിനിറ്റ്, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനി വാ ഇനി വാ ഇനി വാ ഇനി വാ. എന്താണിത്? ചാവ് ചാവ്. ഫുൾ സെറ്റ് ആർമർ ഇട്ടോണ്ടിറങ്ങിയേക്ക. നീ എന്തുകൊണ്ട് കൊണ്ട് കറങ്ങുന്നേ? അവനെന്തെടുത്ത് കഴിച്ചു. മൈനിങ്ങിന് ഇപ്പോ 8 പീസ് ആയാലും 27 പീസ് കോളും കിട്ടി. ഇത്ര കിട്ടിയുള്ളൂ. ബാക്കി ഇനിയും മൈൻഡ് ചെയ്യാനുണ്ടായിരുന്നു. എന്റെ സോഡ് പൊട്ടിയോണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. പിന്നെ ഞാൻ ഒരു വട്ടം ചാവുകയും ചെയ്ത്. ഞാൻ അവിടെ നിന്ന് റിസ്ക് ആണ്, ഉള്ളതും കൂടെ പോകും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യുക. നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ
നട്ട് വെക്കുക എവിടെയെങ്കിലും ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഒരു ഹോ ഉണ്ടാക്കട്ടെ. ഒരു ഹോയും ഉണ്ടാക്കി ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലോട്ട് മാറി. ഇവിടെ അങ്ങനെ നടങ്ങി. ഇവിടെ പറ്റത്തില്ലേ? ഇവിടെ മതി. ഇവിടെ കുറച്ചൊന്ന് അങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നടാം ഗൈസ്. ഓക്കെ, ഏകദേശം നടുക്കായിട്ട് ഒരു കുഴി കുഴിച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് 1 2 3 4 എല്ലാ സൈഡിൽ 4 ബ്ലോക്ക് വെച്ചിട്ട് ഇരിക്കണം ഗൈസ്. ഇത് 5 ആയി. കുഴപ്പമില്ല, ചാടി നശിപ്പിച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്താൽ മതി ഗൈസ്. ഇവിടെ കുറച്ച് ബ്ലോക്ക് മിസ്സിങ് ഉണ്ടല്ലോ. കുറച്ച് ബ്ലോക്ക് മിസ്സിങ് ഉണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യും ഗൈസ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് നടാം ഗൈസ്. ഞങ്ങൾക്ക് പൊട്ടറ്റോ നടാം പയ്യെ. ഒരു സൈഡിൽ നിന്ന് അങ്ങ് നട്ട് വെക്കണം ഗൈസ്. ഓക്കെ, ഇത് ഇത്രയും കൂടെ നടുമ്പോൾ എല്ലാം നട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് വളരുമ്പോൾ നമുക്ക് പയ്യെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ നല്ലൊരു ഫുഡ് സോഴ്സ് ആണ് ഏർലി ഗെയിമിൽ. ഇവൻ്റെ വല്ലതും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇവൻ്റെ ലീഡ്, എൻ്റെ ലാമ ചത്തും തോന്നുന്നു ഗൈസ്. ലീഡ് മാത്രം കിടക്കുന്നു. ഞാൻ വരെ കുഴി തെളിയിട്ടൂടാ. നിക്ക് അക്കേഷ്യ സാപ്ലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്ന് വാങ്ങാൻ വേണമെങ്കിൽ വാട്ടർ ബക്കറ്റ് കൊടുത്താലും മതിയായി. പക്ഷെ ബക്കറ്റോടെ അത് കൊണ്ടുപോകും, അത്ര അയണ് നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് അപ്പോഴത്തേക്കൊന്നുമല്ല, വയ്ക്കോ ഈ മേലെ അവിടെ കണ്ടുവരുന്നു കേസ്. ഇനി ബാക്കി പൊട്ടറ്റോ ഇതിനകത്തിരിക്കട്ടെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അടുത്ത എപ്പിസോഡ് മിക്കവാറും ഞാൻ വീട് പണിയുന്ന എപ്പിസോഡ് തന്നെ ആയിരിക്കും. എന്തായാലും അതായിട്ട് കാണാം ഗൈസ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഗൈസ്, ബൈ.